സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സോടുള്ള കൽബിൽ ഇങ്ങനെ മുത്തരവിളി എടുത്ത് പറഞ്ഞു. ആ മുത്തരവിളി പേര് സ്വലാത്ത് ചൊല്ലുമ്പോൾ നല്ല ചന്തത്തിൽ ചൊല്ലണം. അവിടുത്തെ മധുഹീയത്തര ചന്ത, അവിടുത്തെ സ്വലാത്ത് ലക്ഷക്കണക്കിന് രൂപത്തിലുള്ള സ്വലാത്തുള്ള ലഭിതങ്ങളുടെ പേര്. അപ്പൊ ഒരു സ്വലാത്തിനെ മുറുകെ പിടിച്ചിട്ട് എപ്പോഴും ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും സ്വലാത്ത് പരിഹാരമായിട്ട് അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. عن عبد الله وقيل عمرو بن قيس المعروف بن ام مكتوم المؤذن رضي الله عنه انه قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅദ്ദിനായ പള്ളിയിൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരുന്ന നബി തങ്ങളോട് ഞാൻ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അയാൾ ഖാല യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊല്ലുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാഇ. കണ്ടായായിട്ട് നബിയെ തീർച്ചയായിട്ടും ഞങ്ങളുടെ മദീനത്തിൽ ചമ്മ ഇസത്തൊക്കെ ഉണ്ടു, പിടിമൃഗങ്ങളുണ്ടു, ശ്രദ്ധിക്ക്, ആനകളുണ്ടു, സിംഹങ്ങളുണ്ടു, പള്ളികളുടെ തെരുവു, പാമ്പുകളുണ്ടു, ചേലുകളുണ്ടു, നായകളുണ്ടു, ചിരട്ടകളുണ്ടു തുടങ്ങിയ മനുഷ്യർ ഉപദ്രാക്കള്, ജീവികൾ ഉപദ്രവിക്കൽ പോലത്തോ, മനുഷ്യ കണ്ണിന് പേടിക്കൽ പോലത്തോ ഇസജന്തുക്കൾ ഞങ്ങളുടെ മദീനത്തിൽ ഉണ്ടു നബിയെ, ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടോ താൻ കൊടുത്തേക്ക്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, തസ്മഉ ഹയ്യാന സ്വലാത്തി ഹയ്യാനൽ ഫലാഹ്. ഓ ഇബ്നു ഉമ്മ മക്തൂമേ, നിങ്ങൾ അവർക്ക് ഹയ്യാന സ്വലാത്ത് കേൾക്കണല്ലേ, ഹയ്യാനൽ ഫലാഹ് കേൾക്കണല്ലേ, നിസ്കാരത്തിന് ബറൂട്ട് വിളിക്കണത് നിങ്ങൾ അവർക്ക് കേൾക്കണല്ലേ, മദീനത്തിൽ കൊടുക്കൂടെ ബാങ്ക് ഹയ്യാനൽ ഫലാഹ്, വിജയത്തെ മാർഗത്തിൽ നിങ്ങൾ ബറൂട്ട് വിളിക്കണത്, സ്വർഗത്തിന് പോയിട്ട് തെരുക്ക് ബറൂട്ട് വിളിക്കണത് നിങ്ങൾ കേൾക്കണല്ലേ. എന്നാൽ നിങ്ങളോട് പറഞ്ഞു, ആനയിക്കട്ട്, സിംഹായിക്കട്ട്, പാമ്പിക്കട്ട്, ചേരിക്കട്ട്, യമത്തെ ശത്രുവിനെ യുദ്ധാക്കം വന്നിട്ട് നിന്റെ അവിടെ നബിയും സഹാബത്തും ആരുമില്ല, അങ്ങനെ രക്ഷപ്പെടുത്തും അല്ലാഹു മാത്രമുള്ള ചെന്ന ഉദ്ദേശത്തിന് സുബ്ഹാനല്ലാഹ് അങ്ങനെ റബ്ബുള്ള ശത്രുവിനെ ഇങ്ങനെ കത്തിയും യുദ്ധത്തെ എല്ലാ ആയുധയും പിടിച്ചിട്ട് ഇങ്ങനെ എതിർന്ന് നിൽക്കുമ്പോഴത്തേക്കും സമയത്ത് നിസ്കാര കഥാവതീര ചൊല്ലിട്ടും ആ ശത്രുക്കളെ മുന്നല്ലോ നബിയും സഹാബത്തും യുദ്ധത്തിന് പോയിട്ടേ ഉള്ളൂ. അങ്ങനെ എതിർന്ന് നിന്നിട്ട് റബ്ബുറത്തേക്ക് അങ്ങനെ ആരെയും പേടിക്കാറ്റ് അങ്ങനെ പേടിച്ചിട്ട് അപ്പത്തിനപ്പം നിസ്കരിച്ച അപ്പത്തിനപ്പം കൊണ്ടേക്കുവാവും, അങ്ങനെ കൊത്തിക്കുവാവും, നമുക്ക് പേടിയില്ല, നമുക്ക് നിസ്കാരമില്ല. അപ്പൊ സിംഹം കടിച്ചേക്കുവാവും, നമുക്ക് തൊന്തരയില്ല, ആണുങ്ങളുടെ കൊന്നേക്കുവാവും, എന്റെ രക്ഷപ്പെടുത്തലിന്റെ രാജാവും. അത് ആ സിംഹം എന്ന് തന്നെ കളിക്കണ പേടിയിട്ട് തീരുമാനാക്കൂടെ അല്ലാഹു. അപ്പൊ പള്ളിക്ക് പോയിട്ട് തരുള്ളൂ, എന്റെ ഔത്തര പള്ളിക്ക് പോയിട്ട് തരുള്ളൂ, പാമ്പല്ല ചേരല്ല ആനയില്ലെങ്കിലും ആരും പോകണ്ട ചൊല്ലുക, നീ മനുഷ്യന്മാരെ പണക്കയ്യേക്കണ്ട, എന്റെ രക്ഷപ്പെടുത്തൽ അല്ലാഹു. അത് തന്നെ മതി കളിക്കണ പേടിയുടെ തീരുമാനാക്കൂടെ അല്ലാഹു തീരുമാനിച്ചത് മാത്രം അത് കളിക്കുള്ളൂ. ചൊന്നിട്ടു നബി ചൊല്ലിട്ടു, നിങ്ങൾ പള്ളിക്ക് പറയും എന്തിനു പേടിക്കട്ട്, നിങ്ങൾ ആ ജീവനെ പേടിക്കണ്ട, പിന്നെ ആരെ പേടിക്കുള്ളൂ, റബ്ബായ അല്ലാഹുവിനെ പേടിച്ചിട്ട് നിങ്ങൾ ഔട്ടിൽ ബാങ്ക് കേൾക്കണല്ലേ. എന്നാൽ നിങ്ങൾ പള്ളിക്ക് പറയും നിസ്കരിക്കൊണ്ട് ചൊന്നിട്ടില്ലെങ്കിൽ ഈ നിസ്കാരത്തിൽ എത്ര ഗൗരവിക്കോ നബി ചൊല്ലിയ പലകത്ത് നോക്കുമ്പോ അതൊരു ഗൗരവം അങ്ങനെ സമുദായത്തിൽ എന്റെ കൊടുത്തില്ല, അത് കൊടുത്തില്ലാട്ട് അതിന് അർത്ഥം എന്തിന്, ഈ നിസ്കാര ഇതിന് ഗൗരവം എന്തിന്, അതല്ല കൊണ്ട് നാളെ നിസ്കാരം മാത്രം നിസ്കരിച്ചില്ലെങ്കിൽ അതിന് ഗൗരവം എന്തിന്, അതിന് മഹത്വം എന്തിന്, അത് ഓട്ടർ വന്നത് ആരുടെ അത് പഠിപ്പാക്കിയോ, ആര് പള്ളിക്ക് പോണായോ, ആര് പോവാത്ത ആൾമാർ ആര് അതെന്ത് ഭീരനെ കുറിച്ചിട്ട് അറിവില്ലാത്ത മത്സ്യന്മാരെ പള്ളി കാണല്ലേ. ഇപ്പൊ കാണുമ്പോ നീ എത്ര ആളുള്ളത്, എത്ര ആൾമാരുടെ വിന്യാസിക്കളാറ്, അതല്ല ബാക്കി നാളെ എല്ലാം ഇതേറായിട്ട് ആൾമാർ സുബൈക്ക് മാത്രം വേണ്ടില്ല, ബാക്കി നിസ്കാരത്തിൽ വേണ്ടത് മഗ്രിബ് വേണ്ട, സുബൈക്ക് മാത്രം വേണ്ടില്ല. എന്തോ അതിന് ഗൗരവ ಗೊತ್ತಿಲ್ಲ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും സുബഹിക്ക് പള്ളിക്ക് വന്ന് നിസ്കരിച്ചാൽ ജമാഅത്തായിട്ട് ഫഹ്വ ഫീ സിമ്മത്തില്ലാഹ്,
കയ്യിൽ അധികാരത്തിൽപ്പെട്ട പിന്നെ അവിടെ ആരെങ്കിലും ഉപദ്രാക്കിയെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തന്തരാക്കിയെങ്കിൽ ബേജാറാക്കിയെങ്കിൽ നിങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കാൻ ചൊല്ലുന്ന യാതൊരു സംശയമില്ല. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കയുടെ സെക്കൻഡത്തോല ജമാഅത്ത് പോരാട്ട് നിന്നിട്ട് നിസ്കരിക്കുകൊള്ളേ ആഫിയത്തും തൗഫീഖും ഭാഗ്യവും നമുക്ക് അള്ളാഹു ഈ ചൊല്ലിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയതും വന്നു കേട്ടതും സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.